പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ന്യൂ നമ്പേഴ്സ് പാർട്ട് 4 ആണ്. അതിൻ്റെ സൈഡ് ഹെഡിങ് എഴുതിക്കുക. നമ്മൾ പാർട്ട് 3 കുറേ കൺസ്ട്രക്ഷൻ ചെയ്തു അല്ലേ? ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പിൽ കൺസ്ട്രക്ഷൻ പ്രാക്ടീസ് ചെയ്തു. റൂട്ട് 5, റൂട്ട് 7, റൂട്ട് 11 അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് കൺസ്ട്രക്ഷൻ ഡിഫറെൻറ്റ് വേയിൽ പഠിച്ചു. ഇനി നമുക്ക് സൈഡ് ഹെഡിങ് ആണ്, 2 ടോപ്പിക്കാണുള്ളത്. അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. സൈഡ് ഹെഡിങ് എഴുതാം. അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ എഴുതാം. അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 2 ന്യൂ നമ്പേഴ്സ് തമ്മിലുള്ള അഡിഷനാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നോക്കൂ, റൂട്ട് 2 പ്ലസ് റൂട്ട് 2 അഡിഷൻസ് ആണ്. അപ്പോൾ റൂട്ട് 2 പ്ലസ് റൂട്ട് 2 എത്ര വരിക? 2 റൂട്ട് 2. എത്ര ഓട്ടോമാറ്റിക്കലി എന്താ വരിക? 2 റൂട്ട് 2 അല്ലേ? 1 റൂട്ട് 2 പ്ലസ് 1 റൂട്ട് 2 എന്നാണ് അത് വരുന്നത്. 1 റൂട്ട് 2 പ്ലസ് 1 റൂട്ട് 2 is equal to 2 റൂട്ട് 2. ദെൻ 3 റൂട്ട് 2 പ്ലസ് 4 റൂട്ട് 2 is equal to എത്ര വരും? 7 റൂട്ട് 2. 3 റൂട്ട് 2 പ്ലസ് 4 റൂട്ട് 2 is equal to 7 റൂട്ട് 2. ദെൻ റൂട്ട് 3 പ്ലസ് 4 റൂട്ട് 3. വെറും റൂട്ട് 3 പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 റൂട്ട് 3 ആണ്. 1 റൂട്ട് 3 പ്ലസ് 4 റൂട്ട് 3 എത്ര വന്ന മക്കളെ? 5 റൂട്ട് 3. ഇതാണ് 5 റൂട്ട് 3. അപ്പോൾ ഇവിടെ വേറൊരു എഡിഷൻ നോക്കാം. റൂട്ട് 5 പ്ലസ് റൂട്ട് 2 എത്രയാ? റൂട്ട് 7 എഴുതാൻ പറ്റുമോ? ഇല്ല, നോട്ട് പോസിബിൾ ആണത്. റൂട്ട് 5 പ്ലസ് റൂട്ട് 2, അതിൻ്റെ ആൻസർ റൂട്ട് 5 പ്ലസ് റൂട്ട് 2. പിന്നീട് അതിൻ്റെ ഡെസിമൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഡെസിമൽ വാല്യൂ നമുക്കറിയാം, റൂട്ട് 5ൻ്റെ 2.23 എന്നും റൂട്ട് 2ൻ്റെ 1.41 എന്നൊക്കെ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാനേ പറ്റുള്ളൂ. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരികയാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് ചെയ്യേ വേണ്ട, അങ്ങനെ തന്നെ വെച്ചാൽ മതി. അപ്പോൾ ലൈക്ക് ഇറാഷണൽസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അഡിഷൻ നടത്താൻ പറ്റുള്ളൂ. ലൈക്ക് ടേംസ് മാത്രമേ അഡിഷൻ നടത്താൻ പറ്റുള്ളൂ. അൺലൈക്ക് ടേംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അഡിഷൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ലൈക്ക് ടേംസ് എന്ന് പറഞ്ഞാൽ റൂട്ട് 2 വരുന്നത്, റൂട്ട് 3 റൂട്ട് 5 റൂട്ട് 5, റൂട്ട് 7 ഇത്ര ടേംസ് മാത്രമേ അഡിഷൻ നടത്തിയിട്ട് ഒരു ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ദെൻ റൂട്ട് 5 റൂട്ട് 3 ആഡ് ചെയ്യാൻ പറ്റില്ല. റൂട്ട് 2 റൂട്ട് 6 ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇറാഷണൽസ്, അൺലൈക്ക് ഇറാഷണൽസ് അഡിഷൻ നടത്താൻ പറ്റത്തില്ല. അതങ്ങനെ വെച്ച് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. അതാണ് അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ. അതിലൊരു ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് ചെയ്യാം. എല്ലാവരും എഴുതാം, ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ഇൻ ട്രയാങ്കിൾ ABC, right angled at B. In triangle ABC, right angled at B, perpendicular sides are 1 meters. Perpendicular sides are 1 meter. Perpendicular sides are 1 meter. Find the perimeter of the triangle. Find the perimeter of the triangle. അപ്പോൾ ഇനി റൈറ്റ് ട്രയാങ്കിൾ ABC ആണ്. റൈറ്റ് ആംഗിൾഡ് അറ്റ് B. റൈറ്റ് ട്രയാങ്കിൾ ABC, റൈറ്റ് ആംഗിൾഡ് അറ്റ് B. പെർപെൻഡിക്കുലർ സൈഡ് 1 മീറ്റർ, ഇവിടെയും 1 മീറ്റർ. ഇത് രണ്ടുമാണ് പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറയുന്നത്. കാരണം ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ BC ബേസ് ആകുമ്പോൾ AB is പെർപെൻഡിക്കുലർ, AB ബേസ് ആകുമ്പോൾ BC is പെർപെൻഡിക്കുലർ. ദെൻ ABയും BCയും എപ്പോഴും പെർപെൻഡിക്കുലർ ആകുമ്പോൾ AC എവിടെയായിരിക്കും? ഹൈപ്പോട്ടനിസിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദി ഗിവൺ ട്രയാങ്കിൾ ABC എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഹൈപ്പോട്ടനിസ് കണ്ടുപിടിക്കുക. AC is equal to root of base square plus altitude square 1 plus 1, that is equal to root 2. അപ്പോൾ ഹൈപ്പോട്ടനിസ് എത്ര കിട്ടി മക്കളെ? റൂട്ട് 2 കിട്ടി. ഹൈപ്പോട്ടനിസ് ഈക്വൽ ടു റൂട്ട് 2 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ ഈക്വൽ ടു 1 പ്ലസ് 1 പ്ലസ് റൂട്ട് 2. പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി 3 സൈഡ്സ് ആണ്. 1 പ്ലസ് 1 പ്ലസ് റൂട്ട് 2. പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ ഈക്വൽ ടു 1 പ്ലസ് 1 പ്ലസ് റൂട്ട് 2. 1 പ്ലസ് 1 2 പ്ലസ് റൂട്ട് 2 പ്ലസ് റൂട്ട് 2 നമ്മൾ അങ്ങനെ വെക്കരുത്. ഈ കേസിലൊക്കെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് തരും? വാല്യൂസ് തരും. വാല്യൂസ് അവർ തരും. റൂട്ട് 2ൻ്റെ വാല്യൂ എത്രയാണ്? 1.41. 2 പ്ലസ് 1.41 that's equal to 3.41, approximately 3.41. ഈ ഒരു വേവ് സെറ്റിൻ്റെ മീനിങ് എന്താണ്? അപ്രോക്സിമേറ്റ്ലി എന്നാണ്. അപ്രോക്സിമേറ്റ്ലിൻ്റെ സിമ്പലാണത്.
അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻ ദി ഫിഗർ ട്രയാങ്കിൾ എ ബി സി റൈറ്റ് ആംഗിൾഡ് ടു ബി, ബേസ് 1 meter, altitude 1 meter, hypotenuse find √2 using Pythagoras theorem. Then perimeter of the triangle equal to 1 plus 1 plus √2. Then 1 plus 1 2, 2 plus √2, 2 plus 1.41, that is equal to 3.41 meter is the perimeter of the triangle ABC. കിട്ടിയല്ലോ. അപ്പോൾ പെരിമീറ്റർ കാണാനുള്ള ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുണ്ട്, അത് ശ്രദ്ധിക്കുക. പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സം ഓഫ് ദി 3 sides. പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് 3 sides ആണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് വാല്യൂസ് അവിടെ കൊടുക്കേണ്ടി വരും. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നാൽ കൊടുക്കുക, ഇല്ലെങ്കിൽ കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. യാതൊരു നിർബന്ധം ഇല്ല, ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതാം. ദി ഹൈപ്പോട്ടന്യൂസ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾ ഈസ്, ദി ഹൈപ്പോട്ടന്യൂസ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1.5 meter. The hypotenuse of right triangle is 1.5 meter and another side is 1 meter. Hypotenuse of right triangle is 1.5 meter and another side is half meter. Calculate its perimeter correct to centimeter. Calculate its perimeter correct to centimeter. ഇവിടെ ശ്രദ്ധിക്കുക, 1.5 ആണ് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും ഓട്ടോമാറ്റിക്കലി. ഇവിടെ ശ്രദ്ധിക്കണേ മക്കളെ, 1.5 ഒരു സൈഡ് ഏതാ ബേസ് വേണമെങ്കിൽ ഹാഫ് ആക്കി എടുക്കാം. എനി സൈഡ്, ഏതെങ്കിലും ഒരു സൈഡാണ് ഹാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു 1.5, ബേസ് ഈക്വൽ ടു ഹാഫ് മീറ്റർ. ദെൻ ഫൈൻഡ് ആൾട്ടിറ്റ്യൂഡ്. ഫസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് കാണണം അല്ലേ. Altitude equal to root of hypotenuse square minus base square. 1.5 മിക്സഡ് ആണ്, ഇംപ്രോപ്പറിലേക്ക് കൺവേർട്ട് ചെയ്താൽ ദാറ്റ് ഈസ് 3/2. 1 into 2 2, 2 plus 1 3/2 മിക്സഡ് ഫ്രാക്ഷൻ ആക്കി. 3/2 സ്ക്വയർ മൈനസ് 1/2 സ്ക്വയർ, 9/4 മൈനസ് 1/4, ദാറ്റ് ഈസ് 8/4 √2, ദാറ്റ് ഈസ് √2. എത്ര കിട്ടി? √2 കിട്ടി. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് ഈക്വൽ ടു √2, ബേസ് ഈക്വൽ ടു ഹാഫ്, ദെൻ ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു 1.5. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ഓഫ് ദി റൈറ്റ് ട്രയാങ്കിൾ 1.5, വൺ സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ ഹാഫ്, ദെൻ ഫൈൻഡ് ദി പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഫൈൻഡ് ആൾട്ടിറ്റ്യൂഡ്, Pythagoras theorem, hypotenuse square minus base square, 1.5 square minus half square, 3/2 square minus half square, 9/4 minus 1/4, √8/4, that is equal to √2 എന്ന് കിട്ടി. ഇനി പെരിമീറ്റർ കാണാൻ നമുക്കെല്ലാം കൂടി പ്ലസ് ചെയ്താൽ മതിയല്ലോ. √2 പ്ലസ് ഹാഫ് പ്ലസ് 1.5, √2 പ്ലസ് ഹാഫും 1.5 എത്ര ആഡ് ചെയ്താൽ 2 പ്ലസ് √2 എന്ന് കിട്ടി അല്ലേ. 2 പ്ലസ് √2ൻ്റെ വാല്യൂ അറിയണ്ടേ? 1.41 പ്ലസ് 2 3.41 മീറ്റർ, അതായത് 3 meter and 41 centimeter. അപ്രോക്സിമേറ്റ് ആണ്, 3 meter and 41 centimeter. അങ്ങനെയാണ് കറക്റ്റ് ടു സെൻറ്റിമീറ്ററിലേക്ക് എഴുതുക. 3.41 മീറ്റർ എന്നാണ് പറയുക, അതായത് 3 meter and 41 centimeter. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് കറക്റ്റ് വാല്യൂ അല്ല, അതുകൊണ്ടാണ് അപ്രോക്സിമേറ്റ് എന്ന് പറയുന്നത്. കാരണം √2 ഒന്നും പെർഫെക്റ്റ് വാല്യൂ ഇല്ല, √3 പെർഫെക്റ്റ് വാല്യൂ ഇല്ല, √7 പെർഫെക്റ്റ് ഇല്ല, ഒന്നും ഇറാഷണൽസിന് പെർഫെക്റ്റ് വാല്യൂ ഇല്ല, അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ആ അപ്രോക്സിമേറ്റ് വാല്യൂ ആയതുകൊണ്ടാണ് നമ്മളതിനെ അങ്ങനെ ഇത് പറയുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് ആ സിമ്പിൾ ഇട്ട് വെക്കുന്നത്. അപ്പോൾ 3.41 മീറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 meter and 41 centimeter. അപ്പോൾ പെരിമീറ്റർ കിട്ടിയല്ലോ, 3 meter and 41 centimeter കിട്ടി. 3 meter and 41 centimeter കിട്ടി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, തേർഡ് സൈഡ് റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും അധികം ഉണ്ടാവുക. പൈതഗോറസ് വെച്ച് തേർഡ് സൈഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ പെരിമീറ്റർ, സം ഓഫ് ദി 3 sides ആണ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ. അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതുക. The picture shows an equilateral triangle.
an equilateral triangle. ഇവിടെ ശ്രദ്ധിക്കണേ, വൃത്തിയായിട്ട് ചെയ്യണം, ചെറിയൊരു ടോപ്പിക്കാണ്. ദി പിക്ചർ ഷോസ് an equilateral triangle cut into halves by a line through a vertex. Full stop. What is the perimeter of a part? രണ്ട് കഷ്ണാക്കിയതിൻ്റെ ഒരു പാർട്ടിൻ്റെ പെരിമീറ്റർ. What is the perimeter of a part? Second question. How much less than the perimeter of the whole triangle is this? How much less than the perimeter of the whole triangle is this? How much less than the perimeter of the whole triangle, WHOLE, whole triangle is this? അപ്പോൾ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുക. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരച്ചു, അതിനെ രണ്ട് പാർട്ടാക്കി മുറിച്ചു. 2 സൈഡാണ് എല്ലാ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ തന്നിട്ട് പാർട്ടാക്കുമ്പോൾ 1 ആയി. ഇവിടെ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് പെരിമീറ്റർ ഓഫ് ദി പാർട്ട് കണ്ടുപിടിക്കണം. പെരിമീറ്റർ ഓഫ് ദി പാർട്ട്, ഒരു പാർട്ടിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. ദെൻ ഹോൾ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും പാർട്ടിൻ്റെ പെരിമീറ്ററും തമ്മിലുള്ള ഡിഫറൻസും കാണണം. അതാണ് എത്ര കൂടുതലാണ് എന്നല്ലെങ്കിൽ എത്ര കുറവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫറൻസ് ആണ് അല്ലേ. എത്ര കൂടുതലാണ് എത്ര കുറവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ്. ദെൻ ഫസ്റ്റ് നമ്മൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്ട്. ദെൻ റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിളിൽ ഹൈപ്പോട്ടനിസ് ആണ് 2 മീറ്റർ അവർ തന്നിട്ടുണ്ട്. ബൈസെക്റ്റ് ചെയ്യും, ബേസിനെ ബൈസെക്റ്റ് ചെയ്യും നമുക്കറിയാം. അപ്പോൾ 1 ആയിട്ട് മാറി. ദെൻ ആൾട്ടിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ആൾട്ടിറ്റ്യൂഡ് is equal to root of hypotenuse square minus base square root 2 square minus 1 square. പറഞ്ഞോളൂ. 4 minus 1 എത്ര കിട്ടി മക്കളെ? √3. ആൾട്ടിറ്റ്യൂഡ് ഈക്വൽ ടു √3. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് പാർട്ട് കിട്ടി, പാർട്ടിൻ്റെ ഓൾ സൈഡ്സ് കിട്ടി. അടുത്ത ലൈനിൽ നമുക്ക് എന്ത് ചെയ്താം? എ ക്വസ്റ്റ്യൻ്റെ ആൻസർ പെരിമീറ്റർ ഓഫ് ദി പാർട്ട് ഈക്വൽ ടു 2 + 1 + √3 3 + √3 3 + √3 സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ, മീറ്റർ ആണെങ്കിൽ മീറ്റർ എഴുതി വെക്കുക. അപ്പോൾ 3 + √3 3 + √3 എന്നാണ് കിട്ടിയത്. എങ്ങനെ 3 + √3 വന്നു? പൈത്തഗോറസ് യൂസ് ചെയ്തു, ആൾട്ടിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്തു. റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ 4 മൈനസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു √3. ദെൻ പെരിമീറ്റർ പാർട്ട് വരുമ്പോൾ 3 + 1.73 4.73 എന്ന് കിട്ടി അല്ലേ. 4.73 ആണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. 4.73 പെർഫെക്റ്റ് മീൻസ് ഡെസിമൽ വാല്യൂവിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇത് √3 ഈസ് നോട്ട് എ പെർഫെക്റ്റ് വാല്യൂ, പെർഫെക്റ്റ് അല്ല, നമുക്ക് കിട്ടുന്നതാണ് ഞാൻ പറയുന്നത്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പെരിമീറ്റർ ഓഫ് ഹോൾ ട്രയാങ്കിൾ. പെരിമീറ്റർ ഓഫ് ഹോൾ ട്രയാങ്കിൾ എത്ര വരിക? 2 + 2 + 2 6. പെരിമീറ്റർ ഓഫ് ഹോൾ ട്രയാങ്കിൾ 6 മീറ്റർ ആണോ സെൻറ്റിമീറ്റർ ആണോ? ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 2 മീറ്ററാണ്. അപ്പോൾ ഇവിടെയൊക്കെ മീറ്ററിലായിട്ട് കാണിച്ചാൽ മതി, എല്ലാം മീറ്ററിലാണ് കേട്ടോ. അപ്പോൾ 6 മീറ്ററാണ് പെരിമീറ്റർ ഓഫ് ദി ഹോൾ ട്രയാങ്കിൾ. എന്താ പെരിമീറ്റർ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ? സൈഡാണ്. 3 ഇൻറ്റു സൈഡ് എന്ന് ചെയ്താലും മതി. അതായത് 2 + 2 + 2 6. അതിൻ്റെ ഡിഫറൻസ് ആണ് 6ഉം 4.73 തമ്മിൽ ഡിഫറൻസ് കാണാം. 6 മൈനസ് 4.73 ചെയ്ത് നോക്ക് എല്ലാവരും. എത്രയാണ് 6 - 4.73 വരുന്നത് നോക്ക്. 6 - 4.73 ചെയ്താൽ 1.27 മീറ്റർ. ഡിഫറൻസ് ഈക്വൽ ടു 1.27 മീറ്റർ. 1.27 മീറ്റർ ലെസ്സാണ് ഓൾ ട്രയാങ്കിളിനേക്കാളും പാർട്ടിന് അല്ലേ പാർട്ടിനേക്കാൾ 1.27 മോറാണ്, കൂടുതലാണ് ഓൾ ട്രയാങ്കിളിന്. അപ്പോൾ ഹോൾ ട്രയാങ്കിളും പാർട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ ചോദിച്ചത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ സൈഡ് 2 മീറ്റർ, സൈഡ് ക്വസ്റ്റ്യനിൽ പറയേണ്ട ഫിഗറിൽ തന്നിട്ടുണ്ട്. ദെൻ ബേസ് ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്സ്. ഫൈൻഡ് ആൾട്ടിറ്റ്യൂഡ് പൈത്തഗോറസ് തിയറം. റൂട്ട് ഓഫ് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ 4 മൈനസ് 1 √3. ദെൻ ഫൈൻഡ് പെരിമീറ്റർ ഓഫ് ദി പാർട്ട് 2 + 1 + √3 3 + √3 സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്റർ അല്ല മീറ്റർ. ദെൻ മീറ്ററാണ് അവർ പറഞ്ഞത് കേട്ടോ. ദെൻ √3ൻ്റെ വാല്യൂ 1.73 3 + 1.73 ദാറ്റ് ഇസ് ഈക്വൽ ടു
4.73 മീറ്റർ പാർട്ടിൻ്റെ പെരിമീറ്റർ കിട്ടിയല്ലേ. ദെൻ പെരിമീറ്റർ ഓഫ് ദി ഓൾ പെരിമീറ്റർ എത്ര? 3 ഇൻറ്റു സൈഡ് 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 6 മീറ്റർ. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഓൾ ആൻഡ് പാർട്ട് ഈക്വൽ ടു 1.27. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ശ്രദ്ധിക്കുക, കാൽക്കുലേഷൻ മാത്രമേ ഇവിടെ ചെറിയൊരു പ്രയാസം ഉണ്ടാവുള്ളൂ. കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഏതിൻ്റെ കാൽക്കുലേഷൻ? ഡെസിമൽ വാല്യൂസ് തന്നിട്ടുള്ള കാൽക്കുലേഷൻ, അത്രയേ ഉള്ളൂ. ഡെസിമൽസ് തരും, ആ ഡെസിമൽസ് വെച്ചിട്ടുള്ള കാൽക്കുലേഷൻ ചെയ്യാനാണ് പറയുക. ആ കാൽക്കുലേഷനാണ് എന്ത് കുറച്ചൊരു പ്രയാസം എന്ന് പറയുന്നത്. ഡെസിമൽ വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും, അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അടുത്തൊരു ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ ഷോൺ ബിലോ. കാൽക്കുലേറ്റ് ദി പെരിമീറ്റർ ഓഫ് ദി triangle shown below. Calculate the perimeter of the triangle shown below. Perimeter of the triangle shown below. Angle, ഒരു ആംഗിൾ 30, ഇവിടെ 105 ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഒരു ആംഗിൾ 30, 105 ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. നോക്കുക, കാൽക്കുലേറ്റ് ദി പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ ബിലോ. ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം, വേറൊന്നും തന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഡ്രോ എ പെർപെൻഡിക്കുലർ ഫ്രം വെർട്ടെക്സ്. ട്രയാങ്കിളിന് നെയിം ചെയ്യുക ABCD. ഡ്രോ എ പെർപെൻഡിക്കുലർ BD ടു AC. ACക്ക് പെർപെൻഡിക്കുലറായിട്ട് BD എന്നൊരു പെർപെൻഡിക്കുലർ ലൈന് വരച്ചു. ദെൻ ഇവിടെ 90 വരും. അപ്പോൾ അല്ലേ, BDC 90 വന്നു. 30 ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇവിടെ 90 വരുമ്പം ചെറിയ പാർട്ട് 105 എന്നുള്ള പാർട്ടിൻ്റെ ഈ കഷ്ണം എത്ര വന്നു? 60. അതിൻ്റെ ഓപ്പോസിറ്റ് പാർട്ട് ഇവിടെ എത്ര വരും? 45. ദാറ്റ് ഈസ് ഇവിടെ 90, ഇവിടെ എത്ര വന്നു? 45. ഇവിടെ നോക്കുക, ദ ഗിവൺ ലാർജ് ട്രയാങ്കിൾ ഹാസ് ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ്. കൺസ്ട്രക്ട് പെർപെൻഡിക്കുലർ BD ടു AC. ACയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ BD അങ്ങ് കൺസ്ട്രക്ട് ചെയ്തു. 2 പാർട്ടാക്കി. പെർപെൻഡിക്കുലർ ലൈന് കൺസ്ട്രക്ട് ചെയ്തപ്പോൾ 30, 90 ഫസ്റ്റ് വരുന്ന പാർട്ട് 60 വന്നു. ബാലൻസ് പാർട്ട് 45, 45, 90. 2 കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 30, 60, 90, 45, 45, 90 റേഷ്യോ പഠിച്ചിട്ടുണ്ട് അല്ലേ. 30, 60, 90ക്ക് സൈഡ് റേഷ്യോ എന്തായിരുന്നു പഠിച്ചത്? 1:√3:2. 45, 45, 90ക്ക് എന്താ പഠിച്ചത്? 1:1:2. അപ്പോൾ നമുക്കറിയാം 30യുടെ ഓപ്പോസിറ്റ് 1, 60യുടെ ഓപ്പോസിറ്റ് √3, 90യുടെ ഓപ്പോസിറ്റ് 2, 45ൻ്റെ ഓപ്പോസിറ്റ് 1, 45ൻ്റെ ഓപ്പോസിറ്റ് 1, 90യുടെ ഓപ്പോസിറ്റ് √2. 1:1:2. അപ്പോൾ എല്ലാ സൈഡും കിട്ടിയല്ലോ. ഇതിൽ പിക്ചറിൽ തന്നെ എഴുതി വെച്ചാൽ മതി അല്ലേ. എല്ലാ സൈഡും കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുക്കാം? ഇൻ ദി ഫിഗർ ട്രയാങ്കിൾ ABC, ആംഗിൾ C 30 ഡിഗ്രി, ആംഗിൾ B 105 ഡിഗ്രി. ഇതാണ് തന്നിരിക്കുന്നത് അല്ലേ, 105 ഡിഗ്രി. ദെൻ കൺസ്ട്രക്ട് എ പെർപെൻഡിക്കുലർ BD ടു AC. ACയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. BD എന്നാണ് അതിൻ്റെ പേര്. ആംഗിൾ BDC 90 ഡിഗ്രി. ദെയർഫോർ ആംഗിൾ DBC പാർട്ട് ഓഫ് ദി 105 എത്ര വന്നു? 60 ഡിഗ്രി. BDC 60. Then consider triangle BDC 30, 60, 90 and consider triangle ADB 45, 45, 90. 45, 45, 90 ആയിട്ട് മാറി. 45, 45, 90. 105ൽ 60 പോയ ബാലൻസ് വരുന്നതാണ് 45. ഇപ്പോൾ ഇവിടെ ഓൾറെഡി 90 ആവും. 90 ബാലൻസ് വരുന്നത് എത്ര വരിക? 45. Then sides of the triangle 30, 60, 90 is equal to 1:√3:2. അപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് 1, അതിൻ്റെ ഇൻസൈഡ് പെർപെൻഡിക്കുലർ ആണ്, ആവശ്യമില്ല, എഴുതി വെച്ചേക്കുക. 60യുടെ ഓപ്പോസിറ്റ് √3, 90യുടെ ഓപ്പോസിറ്റ് 2. ദെൻ 45, 45, 90 1:1:2. 45ൻ്റെ ഓപ്പോസിറ്റ് 1, 45ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ 1, 90യുടെ ഓപ്പോസിറ്റ് √2. അപ്പോൾ എല്ലാ സൈഡും കിട്ടിയല്ലോ. ABC = √2 കിട്ടി, BC = 2 കിട്ടി, AC = 1 + √3 എന്നും കിട്ടി. ഇവിടെ മുതൽ ഇവിടം വരെ 1 പിന്നെ √3, 1 + √3. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ പെരിമീറ്റർ ആയല്ലോ അല്ലേ. അപ്പോൾ എങ്ങനെ പെരിമീറ്റർ കാണും? AB + BC + AC √2 + 2 + 1 + √3. 2 + 1 റാഷണൽസ് സെപ്പറേറ്റ് ആഡ് ചെയ്യുക. 2 + 1 എത്ര? 3.
3 പ്ലസ് റൂട്ട് 2 പ്ലസ് റൂട്ട് 3. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 3 + 2 5 + 3 8 എന്ന് എഴുതിയൊക്കെയരുത്. റൂട്ട് 3ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 + 1.41 റൂട്ട് 3 1.73 ആഡ് ചെയ്താൽ എത്ര വരും? 1.41 1.73 ആഡ് ചെയ്താൽ 4 11 ബാലൻസ് 1 3.14 വരും അല്ലേ? 4 11 ബാലൻസ് 1 3.14. 3 + 3.14 എന്ന് പറഞ്ഞാൽ 6.14. അപ്രോക്സിമേറ്റ് വാല്യൂ പെരിമീറ്റർ ഈക്വൽ ടു 6.14 മീറ്റർ. മീറ്റർ ആണെങ്കിൽ മീറ്റർ എന്ന് അങ്ങ് എഴുതി വെച്ചേക്കുക. മീറ്റർ എന്ന് ഇവിടെ മെഷർമെൻ്റ് ഒന്നും പറയാത്തത് കൊണ്ട് നമുക്ക് എന്തിൽ എഴുതി വെച്ചാൽ മതി? മീറ്റർ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. എല്ലാം മീറ്ററിലാക്കിയിട്ട് എഴുതി വെച്ചാൽ മതി. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ ദ ഗിവൺ ലാർജ് ട്രയാങ്കിൾ എ ബി സി ഹാസ് ഡിവൈഡഡ് ഇൻ ടു 2 parts 30 60 90 45 45 90. 30 60 90 ratio 1:√3:2. 45 45 90 ratio 1:1:√2. 30 60 90 എത്രയാണ്? 1:√3:2 അല്ലേ? 30 60 90 1:√3:2. 45 45 90 1:1:√2. അപ്പോൾ അതിൻ്റെ പാർട്സ് എഴുതി വെച്ചു. പെരിമീറ്റർ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. എ ബി √2 ബി സി 2 എ സി പറഞ്ഞാൽ 1 + √2. √2യുടെ വാല്യൂ എത്ര കൊടുത്തു നമ്മൾ? 1.41. √3ക്ക് എത്ര കൊടുത്തു? 1.73. അപ്രോക്സിമേറ്റ് 6.14. അപ്രോക്സിമേറ്റ് എത്ര മക്കളെ? 6.14. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് 6.14. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് നല്ലൊരു സൊല്യൂഷൻസാണ്. വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള ഒരു നല്ല ഐഡിയാസാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫിഗർ തന്നിട്ട് സൊല്യൂഷൻസ് കാണുക. ഡെസിമൽസ് നമ്പർ കണ്ടുപിടിക്കുക, വാല്യൂസ് കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. സിമ്പിളാണെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി എഴുതി വെച്ചേക്കുക. വാട്ട് ഈസ് ദി ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ? What is the hypotenuse of a right triangle? What is the hypotenuse of a right triangle with perimeter with perpendicular sides √2 and √3 meters? With perpendicular sides √2 and √3 centimeters. Meter alla centimeters. What is the hypotenuse of a right triangle with perpendicular sides √2 and √3 centimeter? Full stop. A question mark ഇടുക. How much larger than the hypotenuse is? How much larger than the hypotenuse is? The sum of the perpendicular sides. The sum of the perpendicular sides. ഹൈപ്പോട്ടന്യൂസ് പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ സമ്മിനേക്കാൾ എത്ര കൂടുതലാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, റൈറ്റ് ട്രയാങ്കിൾ സൈഡ്സ് പെർപെൻഡിക്കുലർ സൈഡ്സ് √2 and √3 ആണ്. ഹൈപ്പോട്ടന്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. പൈത്തഗോറസ് തിയറം അല്ലേ? √2² + √3². 2 + 3 that is equal to √5. Approximate 2.23. Approximate 2.23. Approximate അല്ലേ? Then sum of two sides equal to √3 + √2. 1.73 + 1.41. 4 11 ബാലൻസ് 1 3 3.14. √2 + √2 എത്ര വരുന്നത്? √3 + √2 എത്ര വരുന്നത്? 3.14. 3.14ൽ നിന്ന് 2.23 സബ്ട്രാക്ട് ചെയ്യാം. 1 4 3 പോയാൽ 1 പോലെ 11 ആയി 9. 0.91. Approximate 0.91 is more than the hypotenuse. ഹൈപ്പോട്ടന്യൂസിനേക്കാൾ 0.191 മോർ ദാൻ ആണ് സം ഓഫ് ഇറ്റ്സ് പെർപെൻഡിക്കുലർ സൈഡ്സ്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇവിടെ ബേസ് √2, ആൾട്ടിറ്റ്യൂഡ് √3, ഹൈപ്പോട്ടന്യൂസ് √2² + √3².
root 2 square 3 2 root 3 square 3 2 plus 3 5 approximate value നമ്മൾ ടേബിൾ ആക്കി വെച്ചതാണ് 2.23. then sum of the perpendicular sides root 3 plus root 2 1.73 plus 1.41 that is equal to 3.14 അല്ലേ കറക്റ്റ് അല്ലേ കറക്റ്റ് then 3.14 ൽ നിന്ന് 2.23 എന്ത് ചെയ്തു സബ്ട്രാക്ട് ചെയ്തു we get 0.91 more ആണ് 0.91 കൂടുതലുണ്ട് sum of two sides 0.91 more than the hypotenuse എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ more than the hypotenuse അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക നെക്സ്റ്റ് വൺ ഒരു ക്വസ്റ്റ്യനും കൂടി എഴുതി നമുക്ക് അവസാനിപ്പിക്കാം The smallest side of a right triangle is 5 cm long. The smallest side of a right triangle is 5 cm long. The smallest side of a right triangle is 5 cm long. And the hypotenuse is 10 cm. Hypotenuse is 10 cm. Hypotenuse 10 cm ആണ്. What is the length of the third side? What is the length of the third side? ഞാൻ x ആക്കി എടുത്തു x കണ്ടുപിടിക്കണം find the perimeter of the triangle. Find the perimeter of the triangle കണ്ടുപിടിക്കണം ഇവിടെ ശ്രദ്ധിക്കുക ഹൈപ്പോട്ടനസ് 10 ആക്കി എടുക്കുക ഒരു സൈഡ് സ്മോളസ്റ്റ് സൈഡ് മീൻസ് ഒരു സൈഡ് സ്മോളർ സൈഡ് ഒരു പെർപെൻഡിക്കുലർ സൈഡ് 5 ആക്കി എടുത്തു ദെൻ തേർഡ് സൈഡ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ പൈതഗോറസ് പറഞ്ഞോളൂ തേർഡ് സൈഡിൽ പൈതഗോറസ് പറഞ്ഞോളൂ എല്ലാവരും എത്രയാണ് പൈതഗോറസ് തിയറത്തിൽ വരേണ്ടത് റൂട്ട് ഓഫ് 10 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ 100 മൈനസ് 25 ദാറ്റ് ഈസ് ഈക്വൽ ടു 75 ഹൈപ്പോട്ടനസ് കാണാൻ പ്ലസ് ആൾട്ടിറ്റ്യൂഡ്സ് രണ്ടും കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് സബ്ട്രാക്ഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം 10 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ 100 മൈനസ് 25 എത്ര മക്കളെ 75 റൂട്ട് 75 അങ്ങനെ വെക്കാൻ പറ്റുമോ അതിന് ഞാനൊന്ന് ഫാക്ടറൈസേഷൻ നടത്തി ഒന്ന് സിംപ്ലസ്റ്റ് ആക്കണം 75നെ റൂട്ട്സൊക്കെ കാണാൻ വേണ്ടി നമുക്കറിയാം 5 കൊണ്ട് ചെയ്താൽ 15 5 ചെയ്താൽ 3 5 രണ്ടെണ്ണം ഗ്രൂപ്പാക്കി അത് റൂട്ടിന് പുറത്തിട്ടു അതിനെത്ര വരിക 5 റൂട്ട് 3 ആണ് സിംപ്ലസ്റ്റ് ഫോം ഓഫ് ദി റൂട്ട് 75 ഈക്വൽ ടു 5 റൂട്ട് 3 അപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നതെന്നറിയോ ഫാക്ടറൈസേഷൻ നടത്തുക 75ന് ഫാക്ടറൈസേഷൻ 5 15 അഗെയിൻ 5 3 രണ്ട് ഈക്വൽ നമ്പേഴ്സ് ഒരു സിംഗിൾ ഗ്രൂപ്പ് ആക്കുക 5 രണ്ടെണ്ണം വന്നു ഒരു ഗ്രൂപ്പാക്കി റൂട്ട് 3 റൂട്ടിൻ്റെ അകത്തേക്ക് ഇട്ടു 3 റൂട്ടിൻ്റെ അകത്ത് ഗ്രൂപ്പില്ലാത്ത അൺപെയർ ആയിട്ട് വരുന്നത് എടുത്തു റൂട്ടിൻ്റെ അകത്തിട്ടു പെയർ വരുന്നത് സിംഗിളാക്കി എടുത്തു അല്ലെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും എങ്ങനെ എഴുതാം റൂട്ട് 75 എന്ന് പറഞ്ഞാൽ 25 ഇൻറ്റു 3 ആണ് 75 അല്ലേ 25ൻ്റെ റൂട്ട് എത്രയാണ് 5 റൂട്ട് 3 അപ്പോൾ ചെറിയ നമ്പറൊക്കെയാണ് വരിക അത് ഫാക്ടറൈസേഷൻ നടത്തിയിട്ട് പഠിക്കണം ഫാക്ടറൈസേഷൻ നടത്തുക അതാണ് നമ്മുടെ എയിം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ 2 ഈക്വൽ നമ്പേഴ്സ് ഗ്രൂപ്പാക്കി വെക്കുക ഇപ്പോൾ 2 ഇൻറ്റു 2 രണ്ടെണ്ണം ഉണ്ട് 2 ഇൻറ്റു 2 അപ്പോൾ ഓരോന്ന് എടുക്കുക ഓരോ ഗ്രൂപ്പിൽ നിന്ന് ഈക്വൽസ് വരുന്നതിനൊക്കെ ഓരോ നമ്പേഴ്സ് ഔട്ട്സൈഡ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക ഗ്രൂപ്പില്ലാത്ത നമ്പേഴ്സ് എല്ലാം റൂട്ടിലിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക അത്രേ വരുന്നുള്ളൂ അപ്പോൾ 5 രണ്ടെണ്ണം ഗ്രൂപ്പ് ഉണ്ട് 5 ടേക്കിംഗ് ഔട്ട്സൈഡ് ദെൻ റൂട്ട് 3 ഇൻസൈഡ് 5 റൂട്ട് 3 ഇസ് ദി തേർഡ് സൈഡ് ഓഫ് ദി റൈറ്റ് ട്രയാങ്കിൾ 5 റൂട്ട് 3 ദെൻ പെരിമീറ്റർ ഈക്വൽ ടു 5 പ്ലസ് 10 പ്ലസ് 5 റൂട്ട് 3 5 പ്ലസ് 10 എത്രയാണ് 15 പ്ലസ് 5 റൂട്ട് 3 ഇങ്ങനെ വെച്ചാൽ മതി അല്ലേ 15 പ്ലസ് 5 റൂട്ട് 3 അവിടെ എന്തായിരിക്കും ക്വസ്റ്റ്യനിൽ തരിക റൂട്ട് 3 ഇസ് ഈക്വൽ ടു 1.73 അവർ തരും അല്ലേ അപ്പോൾ 15 പ്ലസ് 5 ഇൻറ്റു 1.73 ഇൻറ്റു ചെയ്താണോ ആഡ് ചെയ്താണോ ഇൻറ്റു ചെയ്യുക അപ്പോൾ നമ്മളെന്ത് പറയണം ഇൻറ്റു ചെയ്തിട്ടാണ് ആഡ് ചെയ്യുക അല്ലാണ്ട് അഡിഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യരുത് ഇൻറ്റു ചെയ്യാൻ പോകരുത് ഇൻറ്റു ചെയ്തതിന് ശേഷമേ അഡിഷൻ നടത്താൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ചോദിക്കും ഇൻറ്റു ചെയ്താണോ ആഡ് ചെയ്താണോ ഇൻറ്റു ചെയ്യുക അപ്പോൾ നിങ്ങൾ എന്ത് പറയണം ഇൻറ്റു ചെയ്താണ് ആഡ് ചെയ്യുക ഇൻറ്റു ചെയ്താണ് ആഡ് ചെയ്യുക അപ്പോൾ 5 ഇൻറ്റു 1.73 എത്രയാണ് മക്കളെ 5 3s are 15 balance 1 7 5s are 35 36 balance 3 8.65 അല്ലേ 15 plus 8.65 that is equal to 23.65 that is equal to 23.65 എത്ര കിട്ടി 23.65 അപ്രോക്സിമേറ്റ് ആണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക എനി റൈറ്റ് ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡ് കാണാനും ഫസ്റ്റ് വൺ സൈഡ് തന്ന് അതർ സൈഡ് കണ്ടുപിടിക്കാനും എല്ലാം നമ്മൾ എന്ത് ചെയ്തു പ്രാക്ടീസ് ചെയ്തു
പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ സം ഓഫ് ദി 3 സൈഡ്സ് ആണ് പെരിമീറ്റർ എന്ന് കണ്ടുപിടിച്ചു. മിസ്സിങ് സൈഡ്സ് കണ്ടുപിടിച്ചു. √2 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, √3 √5 ഇത്തരം വാല്യൂസുകൾ മാത്രമാണ് ഈ ടോപ്പിക്കിലുള്ള. അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ എന്നാണ് ഈ ടോപ്പിക്കിൻ്റെ പേരിൽ അല്ലേ, അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അപ്പോൾ അൺലൈക്ക് ടേംസ് ഒരിക്കലും, അൺലൈക്ക് ഇറാഷണൽസ് ഒരിക്കലും ആഡ് ചെയ്യില്ല, ലൈക്ക് ഇറാഷണൽസ് മാത്രമേ അഡിഷൻ നടത്തുള്ളൂ. അപ്പോൾ 2√2 + 3√3 ആഡ് ചെയ്യില്ല, 2√2 + 2√2 4√2, 2√2 + 5√2 7√2 അങ്ങനെ മാത്രമേ ആഡ് ചെയ്യുള്ളൂ. അതാണ് ഈ ഒരു ചെറിയൊരു ടോപ്പിക്കായിട്ട് വരുന്നത്, അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അത് പ്രാക്ടീസ് ചെയ്യുക, റെഡിയാക്കി എടുക്കുക, നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. മനസ്സിലാക്കുന്നല്ലോ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നന്ദി, നമസ്കാരം.